ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട ബെൽ അമർത്തി വെച്ചാൽ ഞങ്ങളുടെ ബ്ലോഗുകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾക്ക് അതിലോട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഞാൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് ബിരിയാണിയിലോട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് പട്ട, കരാമ്പു, ഏലക്ക ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴഞ്ഞു വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി വരുന്ന സമയത്ത് അതിലോട്ട് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് കുഴഞ്ഞു വരുന്ന സമയമാകുമ്പോൾ അതിലോട്ട് അരച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മല്ലിയില, പുതിന ഇല ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് 1/2 പാക്കറ്റ് തൈര് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി മുട്ടയും മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾക്ക് അരി വേവിച്ചെടുക്കാം. അരി വേവിച്ചെടുക്കാനായിട്ട് നമ്മളൊരു ചട്ടിയിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് പട്ട, കരാമ്പു, ഏലക്ക, ബേ ലീഫ് ഇട്ട് കൊടുത്തു. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിയില, പുതിനയില ചേർത്ത് കൊടുക്കുക. ഇനി അതിലോട്ട് 1 കിലോ അരി വെച്ചിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ അരി ചേർത്ത് കൊടുക്കാം. കഴുകി വെച്ച അരി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം.
ഒരു അരമുറി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒന്ന് അടച്ചു വെച്ച് അത് വേവിച്ചെടുത്തതിന് ശേഷം, അപ്പോൾ ഞാൻ അത് വെന്ത് വരുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു അര വേവാക്കിയിട്ട് അത് എടുത്തിട്ടുണ്ട് നമ്മൾ. അതിന് ശേഷം നമ്മൾക്ക് മസാലൻ്റെ മുകളിലേക്ക് വെന്തിട്ടുള്ള അരി ഇട്ടിട്ട് ദമ്മിടാം. അരി മുഴുവനായിട്ട് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷമാണ് ദമ്മിടാൻ പോകുന്നത്. അപ്പോൾ അടിയിൽ നിന്ന് നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മസാലയൊക്കെ റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന മാതിരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അവസാനം കുറച്ച് നെയ്യ് കൂടെ നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിനുശേഷം നമുക്ക് ബിരിയാണി ദമ്മിലിടാം. ഇനി ഇതിന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ദമ്മ് പൊട്ടിക്കുക, സെർവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ബിരിയാണി റെഡിയായി. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ മുട്ട ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു.